സിറ്റിംഗ് എം പി ആയിരുന്ന കെ.വി. തോമസിനെ അട്ടിമറിച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു യുവ എം.എൽ.എ. ഹൈബി ഈഡന്റെ എം.പി സ്ഥാനാർത്ഥിത്വം. കേരളത്തിന്റെ വ്യവസായ നഗരത്തിന്റെ തലവനായി പാർലമെന്റിലേക്ക് പോകാനുള്ള ഭാഗ്യം ഹൈബിക്ക് ഉണ്ടാകുമോ എന്ന് ഫലം വന്നാലേ അറിയൂ. കാരണം എറണാകുളത്ത് ഇത്തവണത്തെ മത്സരം പ്രവചനാതീതമാണ്. ഒന്നിനോടൊന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇത്തവണ എറണാകുളത്ത് നിന്ന് പാർലമെന്റിലേക്ക് ഭാഗ്യം തേടുന്നത്. കെ.വി. തോമസ് എന്ന ഭീഷ്മാചാര്യനെ തഴഞ്ഞ് ഹൈബി എന്ന യുവരക്തത്തിന് കോൺഗ്രസ് സീറ്റ് നൽകിയത് ഇടതുപക്ഷത്തിന്റെ വിജയപ്രതീക്ഷയേറെയുള്ള ശക്തനായ സ്ഥാനാർത്ഥി പി. രാജീവനെ അതേ ശക്തിയിൽ തന്നെ നേരിടാനാണ്. പിന്നാലെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അൽഫോൻസ് കണ്ണന്താനത്തെ ബി.ജെ.പി. നേരിട്ട് തന്നെ എറണാകുളത്തേക്ക് ഇറക്കി. ഇതോടെ എറണാകുളത്ത് തീപാറുന്ന പോരാട്ടം തന്നെയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതുവരെ കോൺഗ്രസിനൊപ്പം നിന്ന കൊച്ചിക്കാർ അങ്ങനെയങ്ങ് കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഹൈബി ഈഡൻ പ്രചരണം നടത്തുന്നത്. യുവാക്കൾക്കിടയിലും തരംഗമായ ഹൈബി ഇന്നലത്തെ ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുത്തതും മാതാ അമൃതാനന്ദമയിയെ സന്ദർശിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. എം. ലീലാവതി ടീച്ചർ, സാനുമാഷ്, ജോസഫ് കരിയിൽ പിതാവ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരെ തന്റെ പ്രചരണ തിരക്കുകൾക്കിടയിലും ഹൈബി സന്ദർശിച്ച് പിന്തുണ തേടി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹൈബി ആദ്യം എത്തിയത് പൊറ്റക്കുഴിപ്പള്ളി സെമിത്തേരിയിലെ പിതാവിന്റെ കല്ലറയ്ക്ക് മുന്നിലാണ്. അച്ഛനെയും അമ്മയെയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട തനിക്ക് കോൺഗ്രസ് പാർട്ടി നൽകിയ സഹായ സഹകരണങ്ങൾ ഹൈബി എണ്ണി പറഞ്ഞു. മറ്റെല്ലാവരെക്കാളും പാർട്ടിയോട് താൻ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. 4 വയസ്സുള്ളപ്പോഴാണ് അമ്മയെ നഷ്ടമായത്. 19-ാം വയസ്സിൽ പാർട്ടി പ്രവർത്തകനും മുൻ എം.പിയുമായിരുന്ന അച്ഛൻ ജോർജ് ഈഡനും ഓർമ്മയായി. ഈ സമയങ്ങളിൽ തനിക്കും സഹോദരിക്കും എല്ലാവിധ പിന്തുണയും നൽകിയത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അച്ഛൻ മരിച്ച് ഒറ്റയ്ക്കായ തനിക്ക് 5 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. ഭവന വായ്പയുടെ കുടിശ്ശികയായിരുന്നു ഇത്. അന്നത്തെ ജില്ലാ പ്രസിഡന്റ് കെ.പി. ധനപാലൻ 10 ലക്ഷം രൂപയാണ് സഹായധനമായി കൈമാറിയത്. അക്കാലത്ത് പാർട്ടിക്ക് ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പിരിച്ചു തന്ന ഈ 10 ലക്ഷം രൂപയിൽ നിന്നുള്ള പലിശ കൊണ്ടാണ് അന്ന് തന്റെ കുടുംബം കഴിഞ്ഞിരുന്നതെന്നും ഹൈബി പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥതയോടെ നിറവേറ്റുമെന്നായിരുന്നു പ്രചരണത്തിന്റെ ആദ്യ ദിവസം ഹൈബി ഈഡൻ പ്രതികരിച്ചത്. കെ.വി. തോമസ് പക്വതയുള്ള നേതാവാണെന്നും അദ്ദേഹം തന്നെ പിന്തുണയ്ക്കുമെന്നും ഹൈബി പറഞ്ഞിരുന്നു. ഒടുവിൽ അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. കെ.വി. തോമസിന്റെ ഗൈഡൻസിന് കീഴിലാകും താൻ മത്സരിക്കുക. ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് വലിയ ചുമതല നൽകുമെന്നും ഹൈബി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.